കുറച്ച് വെള്ളം വെള്ളം ഇവിടെ ഉണ്ടല്ലോ. ഇതല്ല മിനറൽ വാട്ടർ. സാർ കുറച്ചുകൂടെ ചൂടുകൾക്കല്ല പറഞ്ഞത്. കുറച്ചു മുമ്പല്ലേ. നൗ ഐ നീഡ് സം മിനറൽ വാട്ടർ. ആ വെള്ളം കൊണ്ടുവരുന്നില്ലേ? ഇപ്പൊ കൊണ്ടുവരാം. അല്ല ഇതൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ചേച്ചി എങ്ങനെയാണ് കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? വെള്ളം ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ വേണ്ട, അത് ബില്ലിൻ്റെ കൂടെ ചേർത്ത് കഴിയുമോ? പിന്നെ താൻ അവരുടെ ബില്ല് കൂടി എൻ്റെ ബില്ലിലൂടെ ചേർത്ത് കഴിക്കും. എന്താ സംശയം? ഞാൻ പറയണ ചെയ്യടോ, അവരെ ടിപ്പ് ചെയ്യാൻ തന്നെ. ഹലോ. വേണ്ട, ആ ഡാലിന് ഇഷ്ടപ്പെട്ടാ മതി. ഓ, അത് ഡാലിയ. ഒന്ന് പോ മനുഷ്യൻ. ആ പേരൊന്ന് പറഞ്ഞിട്ട് പോകുന്നു. ആള് നല്ല ഫിറ്റ് ആണല്ലോ. എന്താ പേര് പറയുന്നത്? മോനിഷ ഇവിടെ പാടി. മോനിഷ. ഞങ്ങളുടെ ബില്ല് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ആരാ വരെ ബില്ല് വാങ്ങിച്ചേ? ഞങ്ങളുടെ ബില്ല് ആരും തരൊന്നും വേണ്ട, ഞങ്ങള് തന്നോളാം. രഞ്ജിത്തെ, എത്രയാ വരെ ബില്ല്? ആ സാറ് കൊടുത്തോളാം പറഞ്ഞു. ഞങ്ങൾ കൊടുത്തോളാം, ഇയാള് കൊടുക്കാൻ പറഞ്ഞോ? ഇറ്റ്സ് മൈ പ്രിവിലേജ്. നമ്മുടെ എല്ലാവരുടെയും ബില്ല് ഞാൻ പേ ചെയ്യും. ഞങ്ങളുടെ ബില്ല് ഞങ്ങൾ കൊടുത്തോളാം സാറേ. Because I like you all. I respect you all. നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. അതാണ്. ആര് കൊടുത്താലും എനിക്ക് പൈസ കിട്ടിയാൽ മതി. ആ ബില്ലും കിട്ടി തന്നെ ഞങ്ങൾ കൊടുത്തോളാം ചേട്ടാ. No. I'm going to pay. And don't call me Cheta. Call me Manoj. I'm Manoj. എന്നാ പിന്നെ ബില്ല് മനു തന്നെ അങ്ങ് കൊടുത്തേക്ക്. അതാ. മനു നമുക്കൊരു സെൽഫി എടുത്താലോ? Why not? കൗതുകം കണ്ടാലത്രയോ കൗതുക കണ്ടാൽ കൗതുക. എന്താ മനു, ഞങ്ങളിന്ന് വിട്ടുപോകാൻ തോന്നിയില്ല. അതാണ് സത്യം. കാരണം ഈ രാത്രി ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട മനുഷ്യൻ ഞാനാണ്. So I need a company. ഞങ്ങൾ എല്ലാരും വേണ്ടി വരുമോ? കാശ് കുറച്ച് ചെലവാവേ. ഒരാള് മതി എന്നാടി തോന്നുന്നത്. ചേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? മോനിഷ. എന്താ? മോനിഷ എന്റെ കൂടെ വരും. എങ്ങോട്ടേക്ക്? എന്റെ ഫ്ലാറ്റിലേക്ക്. ഈ രാത്രി എനിക്കൊരു കൂട്ടില്ല. ഞങ്ങൾ അങ്ങനെ അറിയാൻ സ്ഥലത്ത് പോവാറില്ല സാർ. നിങ്ങൾക്ക് എന്നെ അറിയില്ല. ഡോണ്ട് സേ സോ. നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും. ഞാനിവിടെ ഈ സിറ്റിയുടെ ഉള്ളിൽ തന്നെ താമസിക്കും. ഇതാ ഇവിടെ വളരെ. മോനിഷ, നീ പോകുന്നുണ്ടോ? മനു,
അവള് ഫീൽഡിൽ പുതിയതാ. കൊണ്ടുവന്നതൊക്കെ കൊള്ളാം. രാവിലെ ആകുമ്പോ ഇങ്ങോട്ട് എത്തിക്കണം. ഇപ്പൊ തന്നെ സമയം 12 മണി. പിന്നെ തിരിച്ചു കൊണ്ടുവരുമ്പോ ഒരു 2000 രൂപ കൊടുത്തേക്കണം. ഇപ്പൊ തന്നെ വേണം. എന്റെ കയ്യിലുള്ള മുഴുവൻ കൈകൾ കൊണ്ടു തൊട്ടേനെ ഞാൻ, കൈകൾ കൊണ്ടു തൊട്ടേനെ ഞാൻ, കൈകൾ കൊണ്ടു തൊട്ടേനെ ഞാൻ, കൈകൾ കൊണ്ടു തൊട്ടേനെ ഞാൻ, കൈകൾ കൊണ്ടു. $330. My God. എനിക്ക് വേണ്ട. കൂടുതലേ ഉള്ളൂ. 3:30 മണിയായി. കുറച്ചു നേരം കിടന്ന് ഉറങ്ങണം. 6 മണിക്ക് ബാഡ്മിൻ്റൺ, പിന്നെ കുറേ മാഗസിൻസ് വായിക്കണം. 10:30 മണിക്കൊരു ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്. പോവാം. പോണ്ടേ? ഒരു ദിവസം അങ്ങോട്ട് നിന്നിട്ട് വാട്ട് യു മീൻ? Come on. Hello. What's your name? Dalia. Sorry. Monisha. Monisha. Don't be melancholic. കുറച്ച് നേരം കഴിഞ്ഞാൽ ഇവിടെ ലൈവ് ആവും. നിറയെ ആൾക്കാരായിരിക്കും. അതിനുമ്പ് പോണം. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാം, ലഞ്ച് ഉണ്ടാക്കി തരാം. ഞാൻ നന്നായി കുക്ക് ചെയ്യും. സാറിനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല. അരെ യാർ, ഇറ്റ്സ് ഓക്കേ, ഐ ആം പെർഫെക്റ്റ്. എനിക്ക് ഒരുപാട് തിരക്കുകളുണ്ട്. നിന്നെ കൊണ്ടുവന്ന് ആക്കിയിട്ട് എനിക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം. വന്നേ, വാ. Damn it. ക്ലാസ് എവിടുന്ന് എടുത്ത്? വീട്ടിൽ നിന്ന്. സാർ നോക്കിക്കേ. ചെറുതേ, കള്ള് മാത്രല്ല ചുറ്റുകടിയുണ്ട് കേട്ടാ. കേറുന്നടി. ആ കൊള്ളാലോ സാറേ. ഇത് കേസ് പറയണം. സാറുമാരുണ്ടെങ്കിൽ ഇറങ്ങിയേ. സാറിനെ വിളിക്കാം. റെഡി. ആ സാറേ, ഒരു സെറ്റപ്പില്ല. വെളുപ്പാങ്കാലത്ത് മനുഷ്യ മെനക്കെടുത്താൻ ഓരോരോ കേസുകൾ നേറും. അങ്ങോട്ട് മാറിക്കടാ. മനോജ് സാറോ? സാറെന്ത് ഇതിന്റെ കൂടെ? സാർ വണ്ടിക്കാർ. സോറി, ഐ കുഡന്റ് പ്ലേസ്. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. സാർ വണ്ടിക്കാർ.
വന്ന് മാന്യന്മാരെ വെറുതെ വിടില്ലെന്നേ അല്ലേ? കുറച്ചൊക്കെ കണ്ടില്ലാന്ന് അടിക്കുമ്പോൾ തലയേക്കറി കളിക്കാല്ലേ? പിടിച്ച് കേട്ടോ ഈ സ്ഥലത്തെ. സാറേ നാടത്തിന്റെ പന്മാര് പത്രം ചാനലിനൊക്കെ ആയിട്ട് ഓലക്കാം അവിടെ പോയി പണി നോക്കാൻ പറയണോ? സാർ ഒറ്റക്ക് വണ്ടി ഓടിച്ചിട്ട് പോകും, അല്ല ഇവരായിരിക്കും വിടണോ? നോ താങ്ക്സ്, I'll manage myself. ഓക്കെ സാർ, ഞാൻ വിളിച്ചോളാം. ഓക്കെ പോണം. എന്നെ പഠിപ്പിച്ച സാറോ? ഈ ചാനൽ ചർച്ചയുടെ അവസാനം മോനിഷിരുന്ന് കരഞ്ഞു. അവൾ പറഞ്ഞെന്താണെന്നറിയോ? കുറച്ച് മണിക്കൂറെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലും അവൾ അയാൾക്ക് അമ്മയും കാമുകയായിരുന്നു എന്നാണ്. പക്ഷെ ഒരിക്കൽ പോലും അവൾ അയാളുടെ പേര് പറഞ്ഞില്ല, മനോജിൻ്റെ പേര് പറഞ്ഞില്ല ചർച്ചയിൽ. നമ്മുടെ പുള്ളിക്കാരെടുത്ത് കരഞ്ഞു, ഒരുപാട് കുടിച്ചു. ഒരു വിധത്തിലെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ പറഞ്ഞിട്ട് അരയിലൊറ്റ മുണ്ടൊടുത്ത പെണ്ണേ, അണിവൈര കമ്മലിട്ട പെണ്ണേ, ആടിവാ തുള്ളിയോടിവാ ആടിമാസ പുലരിപ്പെണ്ണേ, അരയിലൊറ്റ മുണ്ടൊടുത്ത പെണ്ണേ. ഓർമ്മ പുറകെ പോയിരുന്നു ഉറങ്ങടോ. ഞാൻ ഉറങ്ങല്ല, ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കാം. ഇതെന്തോന്ന്? വെണ്ണത്തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിൻ തളിർ പോലെ. അജേട്ടാ, നിങ്ങൾ മുറുകാമി വായിച്ചിട്ടുണ്ടോ? ഇല്ല. അയാളുടെ നോസിയ 79 എന്ന് പറഞ്ഞിട്ടൊരു കഥയിലൊരു നായകനുണ്ട്. പുള്ളി നമുക്ക് പറ്റിയ കക്ഷിയാണ്. കൂട്ടുകാരുടെ ഭാര്യമാരുടെ കൂടെ കിടന്നുറങ്ങിയിട്ട് അത് കൂട്ടുകാരിലേക്ക് അടുക്കാനുള്ള ഒരു മാർഗമാണ് എന്നാണ് പുള്ളിയുടെ ഒരു തത്വം. എന്നുവെച്ചാൽ എന്തുവാ, ഫാമിലി അങ്ങോട്ട് എക്സ്പാൻഡ് ആയി മൊത്തം കാര്യങ്ങൾ ശരിയായല്ലോ. ഈ സെക്സ് പോലെ ഇത്രയും നിരുപദ്രവകാരിയായിട്ടുള്ളൊരു സംഭവം ഇല്ലെന്നാണ് പുള്ളിയുടെ ഒരു തത്വം. കണ്ടോ, പറഞ്ഞുകൊണ്ടിരുന്ന ആള് തത്വം കേട്ടോ. എടാ, ഇതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലടാ. ജീവിതം തന്നെ, നമ്മളെല്ലാവരുടെ ജീവിതം തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? റോജ, ഞാൻ ഒരു കഥ പറയട്ടെ. നേരത്തെ അജയേട്ടൻ പാടിയ പാട്ടിലെ നായികയെ പോലൊരു നായിക, ഒരു സുന്ദരി, 40 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്, പക്ഷെ കണ്ടാ പറയില്ല. ഒരു പ്രത്യേകതര സുന്ദരി. ആന്റി കഥ എല്ല റോജ, നിങ്ങൾ പറയുന്ന പോലെ ആന്റി കഥ ഒന്നും അല്ലേ. എൻ്റെ മഹാനെ, നിന്നെ ഞാൻ നമസ്കരിച്ചു. എൻ്റെ കൃഷ്ണ, ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു. അത് തീർക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവിൻ്റെ മൂത്ത മകൻ്റെ വീട്. എപ്പോഴൊന്നും വരാറില്ല. ഇപ്പം 2 വർഷമായി വന്നിട്ട്. ആദ്യ ഭാര്യയുടെ മകൻ, മനസ്സിലായോ? ആത്മഹത്യയായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളൊന്നുമില്ല. ഞാൻ ഒന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വരാം.
എൻ്റെ ഒരു ഇഷ്ടത്തിന് പണിതുകൊണ്ടായിരിക്കാം. ഇതാണ് എൻ്റെ ഒരു ഫേവറേറ്റ് ഹോം. ടൗണിൻ്റെ തിരക്കുകളുമില്ല. പിന്നെ എൻ്റെ ഒരു വേ ഓഫ് ലിവിങ്ങിന് പറ്റിയ ഒരു സ്ഥലം ഇത് തന്നെയാണ്. എൻ്റെ ഫ്രണ്ട്സിനും ഇവിടെയൊക്കെ തന്നെയാണ് ഇഷ്ടം. നീ ആ മുറിയിൽ എൻ്റെ പെയിൻറ്റിങ് എവിടെ വെക്കണമെന്ന് പറ പ്ലീസ്. നല്ലൊരു സ്ഥലം സജസ്റ്റ് ചെയ്യൂ. ഈ വീട് പണി കഴിഞ്ഞപ്പോഴാണ് അവൻ എന്നെ മനസ്സിലായത്. യു നോ വാട്ട് ഹീ സെഡ്? യു ആർ നോട്ട് എ മേക്ക് ക്രിറ്റിക് ഓർ എ ജേർണലിസ്റ്റ് ബട്ട് എ ട്രൂ ആർട്ടിസ്റ്റ്. അവൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ എല്ലാം ബ്യൂറോക്രാറ്റ്. പക്ഷേ അവൻ കുറച്ച് സെൻസിബിളാണ്. ഇൻ പ്രൈസ് ഓഫ് സ്റ്റെപ്പ് മദർ. ആ ഇതെങ്ങനെയാണ്? ഇഷ്ടപ്പെട്ടോ? ഇത് എന്തൊരു നോട്ടാ? നീ ഇതൊരു പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? നല്ല ഭംഗിയുണ്ട് ചേച്ചി, അതുകൊണ്ട് നോക്കിയാ. ശരിക്കും പറഞ്ഞതാണോ അതോ എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണോ? ശരിക്കും പറഞ്ഞല്ലേ? എന്നാ പറ, എന്നെ കണ്ട എത്ര പ്രായം? പറയട്ടെ, ചേച്ചി വിളിക്കാൻ തോന്നില്ല. പോടാ. നീ പഠിച്ച കളഞ്ഞ അതെനിക്കറിയാം. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പാരീസിൽ വാങ്ങിയതാ, ഒരു ലിറ്ററലി മീറ്റിംഗ്. പറഞ്ഞ പോലെ ഞാൻ അതിനെപ്പറ്റി എഴുതി നീ വായിച്ചായിരുന്നോ? ഇല്ല. ഐ കുഡിൻ എൻജോയ് മച്ച്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അങ്കിളും ഫാമിലിയൊക്കെ കുറേ വർഷങ്ങളായിട്ട് അവിടെയാണ്. ഫ്രാൻസിലാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അവരൊക്കെ എപ്പോഴും പഴഞ്ചൻ മേനന്മാർ. അത് ഇവിടെ ഉള്ളവരെക്കാട്ടിലും ഓർത്തഡോക്സ്. പിന്നെ ഞാൻ ചെന്നപ്പോൾ എന്നെ അങ്ങ് ഏറ്റെടുത്തു, അത്ര. ഞാൻ പറഞ്ഞില്ലേ, മൂപ്പരുടെ ഫാമിലി അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. കൊളോണിയൽ ടൈമിൽ ബ്രിട്ടീഷ് ഭക്തന്മാരായിരുന്നു. പിന്നെ ഇന്ദിരാഗാന്ധി, നെഹ്റു എന്നീ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്ക് വലിയ അടുപ്പമായിരുന്നു. ഈ സ്വാധീനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് വിവാഹ ബന്ധങ്ങൾ പോലും ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ഞാൻ മാത്രമേ ഈ കുടുംബത്തിൽ ഒരു റിബലുള്ളൂ. അതുകൊണ്ട് എന്താ, ഈ മേനന്മാർക്കും അന്തർജനങ്ങൾക്കൊക്കെ എന്നെ കണ്ട ഭയങ്കര കോൺഷ്യസ് ആവും. വെള്ളം ചേച്ചിയുടെ ചിരി ഉണ്ടല്ലോ, അസാധാരണമാണ്. What do you mean? അതെ, ഈ ചിരിക്ക് മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയായിരുന്നു.